ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗത്തിൽ നിന്നും പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയി. തുടർന്ന് പുറത്തിറങ്ങിയ UDF അംഗങ്ങൾ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. വ്യാഴാഴ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗം പ്രഹസനം മാത്രമാണെന്ന് UDF ആരോപിച്ചു. 2023-24, 2024-25 രൂപീകരിച്ച പ്ലാനുകളൊന്നും ഇതുവരെയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുമില്ല. നിർധനരായ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട കട്ടിൽ പോലും നൽകിയിട്ടില്ല എന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൃത്യമായ പദ്ധതി സമർപ്പിക്കാത്തതുകൊണ്ട് 1,75,00,000 രൂപ ലാപ്സായി പോയി എന്നും ഇതിലൊന്നും മറുപടിയോ വിശദീകരണവും ഇല്ലാതെ പുതിയ ആക്ഷൻ പ്ലാനുമായി വന്നതുകൊണ്ട് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനത്തോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. UDF അംഗങ്ങളായ PI ഷാനവാസ്, സലാമാഷ്, സന്ധ്യ ടീച്ചർ, ഇബ്രാഹിം, നസീറ, സുധീർ, സമീറ, സിറാജ്, മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത്, ഹക്കീം തലശ്ശേരി, അബ്ബാസ്, ബഷീർ, രാധാകൃഷ്ണൻ, സൈദലവി പാറയ്ക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞുപോയത്. ഇന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടിന്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പ്ലാനിംഗ് ചട്ടക്കൂട് രൂപീകരിക്കുന്നതിനുള്ള ഒരു പ്രവർത്തന സംവിധാനമാണത്. പക്ഷേ നിർഭാഗ്യവശാൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തെ പോലും ആക്ഷൻ പ്ലാനുകളോ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളോ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിഗത ആനുകൂല്യങ്ങൾ 2023-24 പദ്ധതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 24-25 അപേക്ഷ ക്ഷണിച്ചിട്ടേ ഉള്ളൂ. 25-26 പുതിയ ആക്ഷൻ പ്ലാനും വർക്കിംഗ് ഗ്രൂപ്പുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ഈ നടപ്പിലാക്കേണ്ട പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട കട്ടിൽ പോലും കൊടുക്കാൻ ഈ പഞ്ചായത്ത് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഹസന തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട പഞ്ചായത്ത്, ഇവിടുത്തെ ആളുകളെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ നടപ്പിലാക്കേണ്ട പഞ്ചായത്ത്, അതിൽ നിന്നൊക്കെ മാറുന്നുകൊണ്ട് ഒരു വലിയ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഈ ആളുകളെ മുഴുവൻ പറ്റിച്ച് ഒരു മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് CCV.